ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 50 രൂപ ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ ബസ്സിനോ ഇവിടെ എത്താൻ പറ്റും. ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു അമ്പലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു ദ്വാരത്തിലൂടെ കാണുക, ചെറിയൊരു വിഗ്രഹമൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉടുപ്പി സ്റ്റാൻഡിൽ നിന്ന് മൂകാംബികയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് എപ്പോഴും മൂകാംബികയ്ക്ക് ബസ് കിട്ടും. ഇതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കേരളീയർക്ക് ഏറ്റവും പരിചിതമായ ഒരു ക്ഷേത്രം തന്നെയാണിത്. പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. ഒരു കേരളം പോലെ തന്നെയാണ് ഈ ക്ഷേത്രവും ഈ ക്ഷേത്രമുറ്റത്തും നമുക്ക് അനുഭവപ്പെടുന്നത്. എല്ലാവരും മലയാളികൾ, മലയാളം സംസാരിക്കുന്നു, അധികം ആരും കന്നഡ സംസാരിക്കുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. വൈകുന്നേരം തന്നെ റൂം എടുത്തിട്ട് അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ ദേവിനെ ദർശിക്കുകയും അത് കഴിഞ്ഞ് സർവജ്ഞപീഠം കയറി കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് അവിടെ ഇറങ്ങണം. അടുത്ത സ്ഥലത്ത് മുരുടേശ്വരം ട്രെയിനിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ബസ്സിലോ നമുക്ക് മുരുടേശ്വരത്തെത്തണം. ഒരു 5 മണിക്കുള്ളിൽ മുരുടേശ്വരത്തെത്തണം. മുരുടേശ്വരം ഈ വലിയ ഗോപുരം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ അമ്പലത്തിന്റെ ഈ ഗോപുരം അതുപോലെ തന്നെ ശിവന്റെ ഒരു പ്രതിമയും ഇവിടെ കാണപ്പെടുന്നു. അതിമനോഹരമായിട്ട് സ്ഥലത്ത് തന്നെയാണ് മുരുടേശ്വരം അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കടലിനോട് ചേർന്നും അമ്പലത്തിലോട്ട് പ്രവേശിക്കുന്ന കവാടമാണ്. അമ്പലത്തിൽ വന്നാൽ എനിക്ക് തോന്നുന്നത് ഭക്തിയും ആനന്ദവും ലഭിക്കുമെന്നാണ്. ഭക്തി അമ്പലത്തിൽ കയറാനും ആനന്ദം എന്ന് പറയുന്നത് ഇവിടെ ഈ സമുദ്രത്തിൽ കുളിക്കാം, പിന്നെ നിരവധി ആക്ടിവിറ്റീസുകൾ ഇവിടെയുണ്ട്. ഇത് വൈകുന്നേരത്തെ കാഴ്ചയാണ് മുരുടേശ്വരം അമ്പലത്തിലെ. ഉടുപ്പി മൂകാംബിക മുരുടേശ്വരം യാത്രയാണിത്. രാവിലെ ഉടുപ്പിയിൽ അമ്പലത്തിൽ തൊഴുക, ഉച്ചയ്ക്ക് ശേഷം മൂകാംബിക വരിക, റൂം എടുക്കുക, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മുരുടേശ്വരത്ത് പോവുക. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ യാത്ര. ചിലവ് കുറയാൻ നിങ്ങൾക്ക് ട്രെയിൻ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ബസ്സിൽ പോവാം. പക്ഷെ വൈകുന്നേരം മുരുടേശ്വരം അമ്പലത്തിലെത്തണം. കാരണം വൈകുന്നേരത്തിലെ കാഴ്ച അതിഗംഭീരമായിരിക്കും. ഇത് ഈ കാണുന്നത് പോലെ തന്നെ. വൈകുന്നേരം തൊഴുത് കഴിഞ്ഞ് ഇവിടുന്ന് ട്രെയിൻ കിട്ടും കേരളത്തിലേക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.